എപ്പോഴും തുമ്മൽ, ജലദോഷം, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു 10 പ്രാവശ്യം തുമ്മി എണീക്കുക, കണ്ണിന്ന് മൂക്കുന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക, തൊണ്ട, ചെവിയൊക്കെ ചൊറിച്ചിലുണ്ടോ നിങ്ങൾക്ക്? അതായത് അലർജിക് റൈനൈറ്റിസ് ആണത്. ഇത് നമുക്ക് അലർജിക് റൈനൈറ്റിസിനെ പറ്റി നോക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഡോക്ടർ അതുല്യ ജെയിൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. കോമൺലി എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ തുമ്മൽ, മൂക്കൊലിപ്പ് പോലുള്ള അലർജി വരുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതലായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചിലർക്ക് മാത്രം ഈ അലർജി ഇങ്ങനെ കാണുന്നത്. കാരണം ഇപ്പം നമ്മളിൽ പലരും നമ്മൾ പൊടി തട്ടുന്നുണ്ടായിരിക്കും, പൊടിയുള്ള സ്ഥലത്ത് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ AC യിൽ ഇരിക്കുന്നുണ്ട്, ഫാൻ്റെ അടിയിലിരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇത് വരുന്നില്ലല്ലോ. അപ്പോൾ ഈ അലർജി വരുന്ന ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായതുകൊണ്ടാണ് അവർക്ക് ഈ അലർജിക് റൈനൈറ്റിസ് വരുന്നത്. ഈ അലർജിക് റൈനൈറ്റിസ് വന്നാലുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തുമ്മലായിരിക്കും. ചിലർക്ക് രാവിലെ എണീറ്റ് അപ്പം തന്നെ, അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് ബ്രഷ് ചെയ്ത് ഫേസിലൊന്ന് വെള്ളം തട്ടി അപ്പം തന്നെ ഒരു 10-15 തുമ്മലൊപ്പം തുമ്മാൻ തുടങ്ങും. തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ മൂക്കൊലിപ്പായി, പിന്നെ കണ്ണ് ചൊറിയുക, കണ്ണിന്ന് വെള്ളം വരിക, തൊണ്ട, മൂക്ക്, ചെവിയൊക്കെ ഭയങ്കരമായ ചൊറിച്ചിൽ. ചിലർക്ക് ഇത് രാത്രിയൊക്കെ ഈ ബുദ്ധിമുട്ട് കൂടി ചിലർക്ക് ശ്വാസം മുട്ടൽ പോലെയൊക്കെ വരാറുണ്ട്. ഇതാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് വരുന്നത്. ഇനി ഈ അലർജിക് റൈനൈറ്റിസ് വരാനുള്ള ട്രിഗേഴ്സ് ഉണ്ടായിരിക്കും. ഉള്ളവർക്ക് തന്നെ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ അവർക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇത് കൂടും. അതിൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് കൂടുന്നത് കാണാം. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ഈ ട്രിഗർ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ പെട്ടെന്ന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ അലർജി ഉള്ളവർക്ക് എന്തൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ അലർജി പെട്ടെന്ന് വരാറുള്ളത് നോക്കാം. ഒന്ന് പൊടിയാണ്, അധിക പേർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ പൊടി കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ പില്ലോ കവറും ബെഡ്ഷീറ്റിലും എത്രയോ പൊടി ഉണ്ടാവും. പക്ഷെ നമ്മളത് വീക്ക്ലി വൺസ് എങ്കിലും അല്ലെങ്കിൽ ഒരു 3 ഡേയ്സിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ കർട്ടൻ ഉണ്ടായിരിക്കും. വീട്ടിലുള്ള കർട്ടൻ ചിലപ്പോൾ എല്ലാവരും വീക്ക്ലി വൺസ് അത് വാഷ് ചെയ്തോളണമെന്നില്ല. പക്ഷെ കർട്ടനിൽ എത്രയോ പൊടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ടാവും, ബാക്കി വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ കർട്ടൻ ശ്രദ്ധിക്കാതെ പോവാറുണ്ട് പലപ്പോഴും. അപ്പോൾ പലരും കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറേ കുറഞ്ഞതായിട്ട് പറയാറുണ്ട്. അപ്പം നിങ്ങളെ വീട്ടിൽ കർട്ടൻ ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ഒരു കുറച്ച് ടൈമിലേക്ക് അത് അവോയ്ഡ് ചെയ്യാതെ എടുത്ത് മാറ്റി വെക്കാൻ നോക്കുക. അതുപോലെ ഒന്നാണ് AC. അലർജി ഉള്ളവർക്ക് പലർക്കും AC പറ്റില്ല. അതുപോലെ ഫാൻ ആണെങ്കിലും ഫാൻ്റെ നേരെ അടിയിലിരുന്നാൽ കാറ്റ് കൊള്ളുന്നതൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉള്ളതാണ് സ്മോക്കിംഗ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ഈ അലർജി ഉള്ള ഒരാൾ സ്മോക്ക് ചെയ്തോളണം എന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പം നമ്മുടെ അടുത്തുള്ള ഒരാൾ സ്മോക്ക് ചെയ്താൽ നമ്മളും അത് ഇൻഹെയിൽ ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ അടുത്തുള്ള ഒരാൾ സ്മോക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ അവർക്ക് അത് ട്രിഗർ ചെയ്യും, അവരുടെ അലർജീനെ അത് ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ അലർജി ഉള്ളവർ അവർ തന്നെ സ്മോക്ക് ചെയ്താലും അവർക്ക് ഈ പ്രശ്നങ്ങൾ കൂടി വരുന്നത് കാണാറുണ്ട്. അങ്ങനെ കൂടി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സ്മോക്ക് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് കുറയ്ക്കും. പിന്നെ കോമൺലി എല്ലാവർക്കും അലർജിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നത് ഒന്നാണ് തണുപ്പുള്ള കാലാവസ്ഥ വരുന്ന സമയത്ത്. ആ ഒരു ഡിസംബർ, ജാനുവരി ടൈമിലൊക്കെ നല്ല തണുപ്പാവുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് എന്ന് പറയാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് അലർജി ഉള്ളവർക്ക് ഈ അലർജീനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ അലർജിക് റൈനൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് ഫാമിലി ഹിസ്റ്ററി. കോമൺലി ഈ അലർജിക് റൈനൈറ്റിസ് ഉള്ളവർക്കൊക്കെ ഒരു ഫാമിലി ഹിസ്റ്ററി കാണാറുണ്ട്. അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്. അല്ലാത്ത ഒന്നാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. കാരണം ഈ പോളൻസ് ഒക്കെ ഇല്ലേ, പോളൻസിനോടൊക്കെ എല്ലാവരും ഒരേപോലെ ആവില്ല അതിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പം അതിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഈ അലർജിക് റിയാക്ഷൻസ് കാണാം, അലർജിക് റൈനൈറ്റിസ് കാണാം. ഈ പോളൻസ് കൊണ്ടാണ് ഈ അലർജി വരുന്നത് എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം, ആ ഒരു സീസണൽ ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അലർജീനെ പറ്റി പറയുമ്പം പറയേണ്ട വേറൊരു കാര്യമാണ്, പലരും വിചാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ജലദോഷമൊക്കെ വരുമ്പോൾ വിചാരിക്കുന്നത് ഇത് ഇമ്മ്യൂണിറ്റി കുറവുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും പനിയും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പലരും ഇത് അലർജിക് റൈനൈറ്റിസ് ആണോ അതോ ജലദോഷമാണോ എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പം അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റോ ബാക്കി കാര്യങ്ങളോ ചെയ്യുന്നില്ല. അപ്പം സാധാ ഒരു ജലദോഷവും അലർജി കൊണ്ട് വരുന്ന മൂക്കൊലിപ്പ്, ജലദോഷം, ഇതെന്താണ് വ്യത്യാസം എന്ന് നോക്കാം. സാധാ ജലദോഷമാണെന്നുണ്ടെങ്കിൽ മൂക്കൊലിപ്പ് നല്ല കട്ടിയിലായിരിക്കും മൂക്കുന്നൊലിക്കുന്നത്. ചിലപ്പോൾ ഒരു മഞ്ഞ കളർ ഉണ്ടായിരിക്കും, ചിലർക്ക് പച്ച കളർ പോലെയൊക്കെ ആയിരിക്കും. കൂടെ
ചിലപ്പോൾ പനി വരാം, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ ഒക്കെ വരാം. പക്ഷേ അലർജിക് റൈനൈറ്റിസ് ആവുമ്പം നല്ല വാട്ടറി ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാവുക. മൂക്കൊലിപ്പ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കൂടെ പനി വരില്ല, അതുപോലെ ജോയിൻറ്റ് പെയിനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അലർജി കൊണ്ടുള്ളതാണോ അതോ ചിലപ്പോൾ മഴ കൊണ്ടിട്ട് ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും, അത് മനസ്സിലാക്കാൻ പറ്റും. അലർജി ഉള്ള ഒരാൾക്ക് നമ്മൾ കോമൺലി ചെയ്യുന്ന 2 ബ്ലഡ് ടെസ്റ്റുകളാണ് IgEയും AECയും. ഇത് രണ്ടുമാണ് കോമൺലി നമ്മൾ ചെയ്ത് നോക്കുക. അല്ലാതെ ഇതിലും കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ടെസ്റ്റുകളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ അലർജി ഉള്ളവർ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ്, അതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ബെഡ്ഷീറ്റ് കഴിയുന്നതും വീക്ക്ലി എങ്കിലും വാഷ് ചെയ്യാൻ നോക്കുക. അതുപോലെ കേർട്ടൻസ് നിങ്ങളുടെ റൂമിലുണ്ട്, വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക, അത് കേർട്ടൻ ഇടാതിരിക്കുക കഴിയുന്നതും. പിന്നെ ഒന്നാണ് ആവി പിടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്മോക്കിംഗ് എക്സ്പോഷർ, അതായത് ഇപ്പോൾ പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ അവിടെ ഭയങ്കര സ്മോക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സ്മോക്കിങ്ങിനോട് എക്സ്പോസ്ഡ് ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. കഴിയുന്നതും നിങ്ങളത് ഒഴിവാക്കുക. സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക. അതുപോലെ തന്നെ വിൻഡോസ് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് വെക്കാൻ നോക്കുക വീട്ടിലൊക്കെ, കാരണം പൊടി ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പക്ഷേ ചില പെർഫ്യൂംസിനും ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ലായിരിക്കും. അപ്പോൾ സ്ട്രോങ് സ്മെല്ലിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ഒഴിവാക്കുക. അലർജി ഉള്ളവർ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അതുപോലെ അത് ഫ്രൂട്ട്സിലൊക്കെ നന്നായി കാണും, പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സ്, അതുപോലെ നെല്ലിക്കയിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കുക, അതായത് ഓറഞ്ച് പോലുള്ള, നാരങ്ങ അങ്ങനത്തെ പുളിപ്പുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. എപ്പോഴും വെള്ളം കുടിക്കുമ്പം അതൊരു വാം വാട്ടർ, ചെറിയ ഇളം ചൂടുവെള്ളം കുടിക്കാൻ നോക്കുക. അതുപോലെ ഉള്ളി നല്ലതാണ്. യൂഷ്വലി നമ്മൾ കറിയിലാണല്ലോ ഉണ്ടാക്കുക, അങ്ങനെ ഉള്ളി കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെയാണ് നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞളും നല്ലതാണ്. കാരണം ഇതിന് രണ്ടിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ മീനിൽ കിട്ടും, മീനുകളിലൊക്കെ കിട്ടുന്ന, അതുപോലെ ഫ്ലാക്സ് സീഡ്സിൽ അങ്ങനെയെല്ലാം കിട്ടുന്ന omega-3 ഫാറ്റി ആസിഡ്സ് നല്ലതാണ്. പ്രോബയോട്ടിക്സ് നല്ലതാണ്, യോഗേർട്ട്, കേർഡ് പോലുള്ളത്. കാരണം ഈ പ്രോബയോട്ടിക്സിന് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സ്റ്റേബിൾ ആക്കി വെക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിൻ്റെ ഓവർ റിയാക്ഷനാണ്. അപ്പോൾ അത് ഓവർ റിയാക്ട് ചെയ്യാതെ അത് ഒരു മീഡിയത്തിൽ വെച്ചാൽ സ്റ്റേബിൾ ആക്കിയിട്ട് വെക്കാൻ പ്രോബയോട്ടിക്സിന് കഴിയും. അതുപോലെ തന്നെ അലർജി ഉള്ളവർ, നിങ്ങൾ കുറച്ച് തടി കൂടുതലാണ്, അതായത് ഒബീസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 8 to 10% ഓഫ് യുവർ വെയിറ്റ് കുറയ്ക്കുന്നത് നിങ്ങളെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കുറച്ചൊരു റിലീഫ് നൽകാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പൊരിച്ച സാധനങ്ങൾ, ഇങ്ങനെ ചിപ്സ് പോലുള്ള പൊരിച്ച ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക, ബീഫ് ഒഴിവാക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഈ അലർജീൻ്റെ ട്രിഗേഴ്സും ഈ അക്യൂട്ടായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ട, മൂക്ക്, കണ്ണ് ചൊറിച്ചിൽ പോലുള്ള അലർജി ഉള്ളവർ, അതായത് അലർജിക് റൈനൈറ്റിസ് ഉള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ കൺസൾട്ടേഷനോ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.